പ്രസന്റേഷൻ സ്കില്ലിന്റെ അഭാവം നമ്മുടെ ബിസിനസിനെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പ്രസന്റേഷൻ സ്കില്ലിന്റെ അഭാവം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ആക്കി കൊണ്ടുവരണം. രണ്ട്, നമ്മുടെ ബേസിക് നോളേജ് എല്ലാം ഇതിൽ ആവശ്യമുണ്ട്. ബേസിക് നോളേജ് എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി പറയാനുള്ള ബേസിക് നോളേജ്, അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്ലാനിലെ 7 റവന്യൂ 7 ബോണസ് വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് പറയാം. ഒരാൾ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് നല്ല ക്ലാരിറ്റിയിൽ സംസാരിക്കാൻ പറ്റണം. അതൊരു നോളേജാണ്. ഇൻഡസ്ട്രീനെ കുറിച്ച് നമുക്കൊരു ബേസിക് നോളേജ് നമുക്ക് ആവശ്യമുണ്ട്. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി, എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ 2027 അടുത്ത 3 വർഷം കൊണ്ട് 67,500 കോടി ടേൺ ഓവറിലേക്ക് വെൽനസ് ഇൻഡസ്ട്രി പോവുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ആയ നോളേജ് നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇൻഡസ്വ എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഉണ്ടാക്കിയ അവരുടെ അച്ചീവ്മെന്റുകൾ മാത്രമല്ല, ആ മാനേജ്മെന്റിന്റെ കപ്പാസിറ്റി എന്താണ് അവരുടെ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റ് എത്രയുണ്ട്, അവരുടെ ഓൺ ടവർ എവിടെയുണ്ട്, അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്യുന്ന മാനേജ്മെന്റ് ആരാണ്. ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന മേഖലയെ കുറിച്ച് നമുക്ക് ഒരു ഭയങ്കരമായ ബോധ്യം ഉണ്ടാവണം.